ശ്രീ പി ടി റഹീം. സർ, കോഴിക്കോട് ജില്ലയിലെ ചെറുപ്പ CHCയുടെ പ്രവർത്തനം ഫലപ്രദമാക്കുന്നതിന് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ എടുത്ത യോഗ തീരുമാനങ്ങളിൽ 6 തീരുമാനങ്ങളിൽ 2 എണ്ണം മാത്രമാണ് ഇതുവരെ നടപ്പാക്കിയത്. സർ, വന്ദനാദാസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് വന്നതിന് ശേഷം 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന ഈ ആതുരാലയം ഇപ്പോഴും ഒരു നിശ്ചലാവസ്ഥയിലാണ് സർ ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം വന്നെടുത്തത് ചെറുപ്പ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഭരണ നിയന്ത്രണം ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറിക്കൊണ്ടും അക്കാഡമിക് നിയന്ത്രണം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കയ്യിൽ നിലനിർത്തിക്കൊണ്ടും സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കണം എന്നതായിരുന്നു. അത് ചെയ്യാത്തതുകൊണ്ട് സർ അവിടെ 6 ഏക്കർ സ്ഥലവും ഒരുപാട് ക്വാർട്ടേഴ്സുകളും ഒക്കെ ഒഴിഞ്ഞു നടക്കുകയാണ്. സാർ, 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന ഒരു ആതുരാലയം എന്നുള്ളതിற்கு പ്രത്യേക പരിഗണന നൽകി ബാക്കിയുള്ള നടപടികൾ കൂടി പൂർത്തിയാക്കണം എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി. സാർ, മെഡിക്കൽ കോളേജിൻ്റെ MCH യൂണിറ്റാണ് ചെറുപ്പ ആരോഗ്യ കേന്ദ്രം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ റൂറൽ ഹെൽത്ത് ട്രെയിനിങ് സെൻ്ററായിട്ടാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിന് കീഴിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് സാർ സ്ഥാപനത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതല നിർവഹിക്കുന്നത്. ആരോഗ്യ കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഡോക്ടർ വന്ദനാദാസിൻ്റെ നിർഭാഗ്യകരമായിട്ടുള്ള കൊലപാതകത്തെ തുടർന്ന് മെഡിക്കൽ ഓഫീസർമാരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഹൗസ് സർജന്മാർ ഡ്യൂട്ടി ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളത് വളരെ കർശനമായി പാലിക്കണം എന്ന വ്യവസ്ഥ നമ്മൾ നടപ്പിലാക്കിയതിനെ തുടർന്ന് 11/5/2023 മുതലാണ് ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും ഇല്ലാതെ വന്നത്. സർ, തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി മുഖേന ഈവനിംഗ് OP നടത്തുന്നതിനായി ഒരു മെഡിക്കൽ ഓഫീസറെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിച്ചിരുന്നു. ചെറുപ്പ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഫലപ്രദമാക്കുന്നതിന് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജിന്റെ കീഴിൽ നിന്നും ഈ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഭരണ നിയന്ത്രണം 19/9/2023 സർക്കാർ ഉത്തരവ് പ്രകാരം കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് വിട്ടു നൽകുകയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതി നടത്തിപ്പിനായി നിർവഹണ ഉദ്യോഗസ്ഥരെ നിയമിച്ച് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരികയും ചെയ്യുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഗ്രാന്റ് ഉൾപ്പെടെയുള്ള ആരോഗ്യമേഖലയിലെ വിവിധ പദ്ധതികൾ 2023-24 സാമ്പത്തിക വർഷം മുതൽ നടപ്പിലാക്കി വരുന്നു. 24-25 സാമ്പത്തിക വർഷം മുതൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഹെൽത്ത് ഗ്രാന്റ് ഒഴികെയുള്ള മറ്റു പദ്ധതികളും ഈ സ്ഥാപനത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് ഹെൽത്ത് ഗ്രാന്റ് പദ്ധതി ഈ ആരോഗ്യ കേന്ദ്രത്തിന് ലഭ്യമാക്കുന്നതിന് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തിട്ടുണ്ട്. സർ, ഏറ്റവും ഒടുവിൽ 15ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഹെൽത്ത് ഗ്രാന്റ് അവാർഡ് പ്രകാരം കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് ആരംഭിക്കുന്നതിന് മുക്കം CHSക്ക് അനുവദിച്ച തുക ചെറുപ്പ MCH യൂണിറ്റിൽ ബ്ലോക്ക് പൊതുജനാരോഗ്യ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് ഉപയോഗിക്കാൻ 10/9/2025 ഈ മാസം സർക്കാർ ഉത്തരവ് പ്രകാരം LSDD തദ്ദേശ സ്വയംഭരണ വകുപ്പ് അനുമതി നൽകിയിട്ടുണ്ട്. സർ, ഈ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും അന്യത്ര അന്നത്തെ മീറ്റിംഗിൽ ഒരു കാര്യം ഇതായിരുന്നു, വർക്കിംഗ് അറേഞ്ച്മെന്റിൽ ഡോക്ടേഴ്സിനെ മറ്റിടത്തേക്ക് വിട്ടിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ സാർ, അവിടെ അന്യത്ര സേവന വ്യവസ്ഥയിൽ വർക്കിംഗ് അറേഞ്ച്മെന്റിൽ മറ്റിടങ്ങളിലേക്ക് ജീവനക്കാരെ നിയമിച്ചിട്ടില്ല. 1-2 വിഷയങ്ങൾ ഉള്ളത്. ഒന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ സ്ക്രാപ്പ് പോളിസി പ്രകാരം 15 വർഷം കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ നമ്മൾ നിരത്തിലിറക്കാൻ പറ്റില്ല, സ്വകാര്യ മേഖലയ്ക്ക് ആ നയമില്ല. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യ വകുപ്പിൽ 865 വാഹനങ്ങൾ നമുക്ക് പുറത്തിറക്കാൻ കഴിയാത്തതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടുത്തെ വാഹനം ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ സ്ഥാപനത്തിലെ ഡ്രൈവറെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ജോലി ക്രമീകരണ വ്യവസ്ഥയിൽ നിയമിച്ചിട്ടുണ്ട്. ഇവിടെ ഉൾപ്പെടെ പുതിയ വാഹനങ്ങൾ, ഇത്രയും വാഹനങ്ങളാണല്ലോ സാർ, 865 വാഹനങ്ങൾ. അപ്പോൾ അത് ക്രമീകരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം അവിടെ 2 തസ്തികകൾ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, പബ്ലിക് ഹെൽത്ത് നഴ്സ്. അപ്പോൾ അതിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിൽ ഗ്രേഡ് 1 പ്രൊമോഷൻ ഒരു കേസ് നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടി ഗ്രേഡ് 1ലേക്ക് പ്രൊവിഷണൽ പ്രൊമോഷൻ കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ച് അതിൻ്റെ നടപടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം മുഖേന അത് നമുക്ക് നികത്താനായിട്ട് കഴിയും. പ്രസ്തുത തസ്തികകളിൽ സ്ഥാനക്കയറ്റം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ അടിയന്തരമായി പൂർത്തീകരിക്കുന്നതിന് നടപടി സ്വീകരിച്ചു വരികയാണ്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഈ അക്കാഡമിക് നിയന്ത്രണം DME, അഡ്മിനിസ്ട്രേറ്റീവ് നിയന്ത്രണം DHS എന്നുള്ള നിലയിൽ അത് ഇവിടെ മാത്രമല്ല സാർ, മറ്റ് മെഡിക്കൽ കോളേജുകളുള്ള ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ആറ്റിങ്ങലൊക്കെ വക്കത്തൊക്കെ ഇതേ സമാനമായിട്ടുള്ള കാര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് ഒരു തീരുമാനമെടുത്ത്, കാരണം അക്കാഡമിക് പ്രവർത്തനത്തെ ബാധിക്കുന്നതായതുകൊണ്ട് അതിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു തീരുമാനം ശ്രദ്ധാപൂർവ്വം എടുക്കേണ്ടതായിട്ടുണ്ട്. അത് വൈകാതെ ഉണ്ടാകും സാർ.